ഏവർക്കും അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2024 ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗം 3, അത് അവസാന ഭാഗമാണ് ജൂൺ മാസത്തെ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെ കുറിച്ചാണ്. ആരാണ് ഉപേന്ദ്ര ദ്വിവേദി? നിങ്ങൾ കേട്ടോ, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്തായിട്ട് കേന്ദ്ര സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നമ്മുടെ ആർമിയുടെ, അതായത് ഇന്ത്യൻ കരസേനയുടെ മേധാവിയായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പേരല്ലേ? ഉപേന്ദ്ര ദ്വിവേദിയാണ് ആർമിയുടെ, കേട്ടോ, ഇന്ത്യൻ ആർമിയുടെ, കരസേനയുടെ മേധാവി. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി എന്താ? സ്ത്രീകൾക്ക് ഭവന വായ്പ ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. സ്ത്രീകൾക്ക് ഭവന വായ്പ, അല്ലെ? സോ ഹെർ ഹെവൻ എന്നുള്ളതാണ് പദ്ധതിയുടെ പേര്. ഹെർ ഹെവൻ, കേട്ടോ, ഇതാണ് പദ്ധതിയുടെ പേര്. അത് ഭവന വായ്പ പദ്ധതിയാണ്. ആരംഭിച്ച സ്ഥാപനം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഈ പോസ്റ്ററെല്ലാം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവാം. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഈ അടുത്ത് വീണ്ടും മൂന്നാമതായിട്ട് അധികാരത്തിലേറിയ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് PK മിശ്രയാണ്. മറക്കണ്ട, PK മിശ്രയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി. പ്രിൻസിപ്പൽ P സെക്രട്ടറി സ്ര പഠിച്ചു വെക്കാം, അല്ലെ? പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് അധികാരത്തിലേറിയത് ആരാണ്? PK മിശ്രയാണ്. മറക്കണ്ട, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാരാ? ഈ പറഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തന്നെ 3-4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു, അല്ലെ? അവിടുത്തെ മുഖ്യമന്ത്രിമാരെ നമുക്ക് പഠിക്കാം. ഒന്ന് പ്രേം സിംഗ് തമാങ് ആണ്. സിക്കിമാണ്. സിക്കിമിലെ പ്രേം സിംഗ് തമാങ്, കേട്ടോ, പ്രേം സിംഗ് തമാങ് ആണ് സിക്കിമിന്റെ പുതിയ മുഖ്യമന്ത്രി. അടുത്ത ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻ ചരൺ മാഞ്ചി ആണ്. മോഹൻ ചരൺ മാഞ്ചി ഒഡീഷ. മോഹൻ ചരൺ മാഞ്ചി CM അല്ലേ? ഒഡീഷയുടെ CM. MCM എന്ന് പഠിക്കുക. മോഹൻ ചരൺ മാഞ്ചി ആണ് എവിടെ? ഒഡീഷയുടെ. അപ്പൊ OMCM എന്ന് പഠിച്ചു വെക്കുക, കോഡായിട്ട് ഓർത്ത് വെക്കാലോ. OMCM, ഒഡീഷ മോഹൻ ചരൺ മാഞ്ചി. OMCM എന്ന് പഠിച്ചു വെക്കാം. സിക്കിം ആണെങ്കിൽ പ്രേം സിംഗ് തമാങ് ആണ്. അടുത്ത ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് N ചന്ദ്രബാബു നായിഡു. നിങ്ങൾക്കറിയാം, അല്ലെ? N ചന്ദ്രബാബു നായിഡു ആണ്. മറക്കണ്ട. അരുണാചൽ പ്രദേശിൽ 3ാം തവണയും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാരാ? നമ്മുടെ പേമ ഖണ്ഡു. പേമ ഖണ്ഡുവിന്റെ സ്ഥിരമായി PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇദ്ദേഹമാണ് ചുള്ളൻ. കണ്ടില്ലേ? യെസ്, പേമ ഖണ്ഡു. എന്താ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് പേമ ഖണ്ഡു. ഏതാ സംസ്ഥാനം? അരുണാചൽ പ്രദേശാണ്. മറക്കണ്ട. അപ്പൊ 4 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ പഠിച്ചു. ഒന്നും കൂടി നോക്കാം. സിക്കിം പ്രേം സിംഗ് തമാങ്. ആരാണ്? പ്രേം സിംഗ് തമാങ്. ഇനി OMCM പഠിച്ചു. എവിടെയാ? ഒഡീഷയിലെ മോഹൻ ചരൺ മാഞ്ചി. അടുത്തത് N ചന്ദ്രബാബു നായിഡു ആണ്. ആന്ധ്രാപ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ പേമ ഖണ്ഡു ആണ്. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ചത് എന്ന് കരുതപ്പെടുന്ന 500 വർഷം പഴക്കമുള്ള, 100ഉം 200ഉം ഒന്നുമല്ല, 500 വർഷത്തോളം പഴക്കമുള്ള ഈ വിഗ്രഹം, വെങ്കല വിഗ്രഹം ഉണ്ടോ? ഇത് പത്രത്തിലൊക്കെ വന്നിരുന്നു. വെങ്കല വിഗ്രഹം ഇന്ത്യക്ക് തിരിച്ചു നൽകിയ രാജ്യമാണ് ബ്രിട്ടൻ. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. അപ്പൊ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചത്. സോ ബ്രിട്ടൻ ആണ് രാജ്യം. തമിഴ്നാട്ടിലെ ഒരു വെങ്കല വിഗ്രഹമായിരുന്നു. 500ഓളം വർഷം പഴക്കമുണ്ട്, കേട്ടോ. 2025 ഏത് വർഷമായി ആചരിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. പഠിച്ചു വയ്ക്കുക. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ടാണ് 2025 ആചരിക്കാനായിട്ട് UN 2024 ജൂണിൽ തീരുമാനിച്ചത്, കേട്ടോ. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. രാജ്യത്ത് ആദ്യമായി കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അവിടെയും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? AI ഉപയോഗിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്
സ്മാർട്ട് ഫോൺ ഫെൻസിങ് ആണ് കേട്ടോ. ഇത് ഒരുമിച്ചാണ്. ഫെൻസിങ് വേറെയല്ല. ഇത് മറ്റേ കുറച്ചു മുമ്പ് പറഞ്ഞ സിക്കിമിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആ സിംഗ് അല്ല. ഇത് ഫെൻസിങ് ആണ്. സ്മാർട്ട് ഫെൻസിങ് ആണ്. AI ഉപയോഗിച്ചുള്ള സ്മാർട്ട് ഫെൻസിങ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിലെ വയനാട്ടിലെ ചിതലയം എന്ന സ്ഥലത്താണ് ഇത് നിലവിൽ വരുന്നത്. വയനാട് ജില്ലയിലെ ചിതലയം എന്ന സ്ഥലത്താണ് ഇത് നിലവിൽ വരുന്നത്. സ്മാർട്ട് ഫെൻസിങ് AI ഇന്റഗ്രേഷനോട് കൂടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഇത് രാജ്യത്ത് ആദ്യമായിട്ടാണ് നടപ്പിലാക്കുന്നത്. കാട്ടാനകൾ കേട്ടോ, കാട്ടാന പോലെയുള്ള വന്യമൃഗങ്ങൾ, കാട്ടാന മാത്രമല്ല കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. ഏത് സംസ്ഥാനമാണ് ഇത് രാജ്യത്ത് ആദ്യമായിട്ട് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ കേരളമാണ്. അത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ വയനാടാണ്. അത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെതലയം ആണ്. മറക്കണ്ട. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കണ്ടെത്തിയ മരുന്നുകളെ പ്രതിരോധിക്കുന്ന രോഗാണുക്കളെ കുറിച്ചുള്ള പഠനത്തിന് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയുമായി കൈകോർക്കുന്ന ഇന്ത്യൻ ഗവേഷക സ്ഥാപനമാണ് IIT മദ്രാസ്. IIT മദ്രാസ് എന്ത് പഠനം നടത്തുന്നേ? ആരുമായിട്ടാ കൈകോർക്കുന്നേ? അത് നോക്കൂ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അല്ലെ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അവിടെ കണ്ടെത്തിയ മരുന്നുകളെ പ്രതിരോധിക്കുന്ന രോഗാണുക്കളെ കുറിച്ചുള്ള പഠനത്തിന് നാസയുടെ, അമേരിക്കയിലുള്ള നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയുമായി സഹകരിക്കുന്ന ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് IIT മദ്രാസ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാലും പഠിച്ചു വെക്കുക. നാസ, IIT മദ്രാസ് എന്ന് പഠിച്ചു വെക്കുക. പിന്നെന്താ, ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ മരുന്നുകളെ പ്രതിരോധിക്കുന്ന രോഗാണു ഉണ്ട് എന്ന് പഠിച്ചു വെക്കുക. അതെവിടെയാണ്? ISS-ലാണെന്ന് പഠിച്ചു വെക്കുക. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണെന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോകബാങ്കിന്റെ ഒരു അനുമാനമാണ് വളർച്ചാ നിരക്കാണ്. അതെന്താണ്? 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എത്ര ശതമാനമായിരിക്കുമെന്നാണ് ലോകബാങ്ക് അനുമാനിക്കുന്നത്? 6.6%. പഠിച്ചു വയ്ക്കുക. 6.6% വളർച്ചാ നിരക്കാണ് ഇന്ത്യക്ക് ആര് കാണുന്നത്? ലോക ബാങ്ക് കാണുന്നത്. ഏത് വർഷം? 2024-2025 സാമ്പത്തിക വർഷം. പഠിക്കുക. 6.6%. 6 ഇടയിൽ ഒരു കുത്ത്. 6.6%. എളുപ്പല്ലേ? അടുത്ത ചോദ്യം ഇതാണ്. 2024 അന്തരിച്ച ഫുട്ബോൾ കളിക്കാരനായും ഫുട്ബോൾ പരിശീലകനായും ഇന്ത്യൻ ഫുട്ബോളിൽ അരനൂറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന വ്യക്തി ആരാണ്? അത് TK ചാത്തുണ്ണിയാണ്. ആരാണ്? TK ചാത്തുണ്ണി. TK ചാത്തുണ്ണി. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഫുട്ബോൾ മൈ സോൾ. മൈ സോൾ അല്ല, മൈ സോൾ കേട്ടോ. ഫുട്ബോൾ മൈ സോൾ എന്നുള്ളതാണ് ആത്മകഥ. ആരുടെ ആത്മകഥയാണ്? TK ചാത്തുണ്ണി. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഈ അടുത്ത് അന്തരിച്ചു. ഇദ്ദേഹം ഒരു ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന് പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം ഇതാണ്. സംസ്ഥാന സർക്കാർ IBM-ഉമായിട്ട് ഈ പോസ്റ്ററിലുണ്ട് കേട്ടോ, IBM കമ്പനി നിങ്ങൾ കേട്ടിട്ടില്ലേ? IBM-ഉമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ജനറേറ്റീവ് AI അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ വേദിയാണ് കൊച്ചി. AI കോൺക്ലേവ് എന്ന് പഠിച്ചാൽ മതി. AI അന്താരാഷ്ട്ര ഇന്റർനാഷണൽ കോൺക്ലേവ് ആണ്. IBM-ഉമായി സഹകരിച്ചാണ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരാണ് നടത്തുന്നത്. എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? കൊച്ചിയിലാണ്. അതിന്റെ ഒരുപാട് പോസ്റ്റേഴ്സ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ള പോസ്റ്റേഴ്സ് 1-2 ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് AI ഫോർ മിനിമോൾ, AI ഫോർ രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ എന്തെഴുതിയിട്ടുണ്ട്? AI ഫോർ ദ പീപ്പിൾ. AI ഫോർ ദ പീപ്പിൾ. AI ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ രാമൻകുട്ടി, മിനിമോൾ, ജോസ്, അങ്ങനെ കുറെ പേരുടെ പേരും ഫോട്ടോയും വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് കേരള സർക്കാർ പുറത്തിറക്കിയിരുന്നു. അത് ഏതുമായി ബന്ധപ്പെട്ടുള്ള? അങ്ങനെ ചോദിക്കില്ല കേട്ടോ. ഈ പോസ്റ്റേഴ്സ് ഏതുമായി ബന്ധപ്പെട്ട? അത് PSC ചോദിക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എക്സാം ഹോളിൽ ഇത് കാണുന്ന സമയത്ത് ഈ ഫോട്ടോയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ ഓർമ്മ വരിക. അതുകൊണ്ട് മാത്രം ഇടുന്നതാ കേട്ടോ. അപ്പൊ IBM ആണ്. ഏത് കമ്പനിയുമായി സഹകരിച്ചെന്ന് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് IBM ആണ്. AI ഫോർ ദ പീപ്പിൾ എന്നുള്ളതാണ് ഇതിന്റെ ആപ്തവാക്യം. കൊച്ചിയിൽ വെച്ചാണ് നടന്നത് എന്ന് പഠിച്ചു വയ്ക്കാം. അടുത്ത ചോദ്യം ഇതാണ്. സമ്പൂർണ്ണ പേവിഷ മുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ആരംഭിച്ച പദ്ധതിയാണ് കാവ. എന്താണ്? കാവലയ്യ അതല്ല, ഇത് കാവ കേട്ടോ. കമ്പാഷൻ ഫോർ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ. എന്താണ്? കമ്പാഷൻ ഫോർ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ. കമ്പാഷൻ ഫോർ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ. കാവ. കാവലയ്യ അല്ല, കാവ കേട്ടോ.
കാവ. കൊല്ലം കോർപ്പറേഷൻ ആണ് ഇതിനു വേണ്ടി സഹകരിക്കുന്നത് എന്ന് പഠിച്ചു വെക്കുക. കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പ് കൂടിയിട്ടാണ് കാവ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് നമ്മുടെ പേവിഷ മുക്ത സംസ്ഥാനം. എന്താണ് പേവിഷ മുക്ത സംസ്ഥാനം? ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് കോർപ്പറേഷനാ? കൊല്ലം കോർപ്പറേഷൻ അല്ലെ. ഏതാ വകുപ്പ്? മൃഗസംരക്ഷണ വകുപ്പ് അല്ലെ. ക്ലിയർ അല്ലേ? കാവയുടെ ഫുൾ ഫോം എന്താ? യെസ്, കമ്പാഷൻ ഫോർ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ. ക്ലിയർ അല്ലേ? അടുത്തത്, അതിശക്തമായ സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകളെ സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകളെ വഹിക്കാൻ ശേഷിയുള്ള കസാൻ ആണവ അന്തർവാഹിനി ഏത് രാജ്യത്തിൻ്റെതാണ്? റഷ്യ. അപ്പൊ കസാൻ പഠിച്ചു വെക്കുക. കസാൻ എന്നുള്ളത് റഷ്യ ആണ്. പഠിച്ചു വെക്കുക. കസാൻ റഷ്യ. കസാൻ എന്താ? കസാൻ എന്ന് പറയുന്നത് ഒരു ഒരു അന്തർവാഹിനിയാണ് അല്ലെ. ഒരു ആണവ അന്തർവാഹിനിയാണ്. ഇതെന്താ വഹിക്കുന്നത്? സിർക്കോൺ എന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ കേട്ടോ. സിർക്കോൺ എന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ വഹിക്കാൻ ശേഷിയുള്ള കസാൻ എന്ന ആണവ അന്തർവാഹിനിയാണ് ഏത് രാജ്യത്തിന്റെ? റഷ്യയുടെയാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര തുറമുഖം രാജ്യാന്തര അഡ്മിനർ ചാർട്ടിൽ ഇടം പിടിക്കുന്നതിന്റെ ഭാഗമായി കടലിന്റെ സർവേക്കായി വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ നാവിക കപ്പലാണ് INS സത്ലജ്. കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. INS സത്ലജ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെത്തിയ പിക്ചർ എല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. INS സത്ലജ് ആണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെത്തി. എന്താ പ്രത്യേകത? അന്താരാഷ്ട്ര തുറമുഖം രാജ്യാന്തര അഡ്മിനറൽ ചാർട്ടറിൽ നമ്മുടെ രാജ്യാന്തര അഡ്മിനറൽ ചാർട്ടിൽ ഇടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഏത് ചാർട്ടിലാണ്? രാജ്യാന്തര അഡ്മിനർ ചാർട്ടിൽ ഇടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആ കടലിന്റെ സർവേക്കായിട്ട് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ നാവിക കപ്പലാണ് INS സത്ലജ്. പഠിച്ചു വെക്കുക. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വീണ്ടും നിയമിതനായത്, വീണ്ടും എന്ന് പറയുമ്പോൾ PSC കുറെ കാലങ്ങളായിട്ട് ചോദിക്കുന്ന സമയത്തെല്ലാം ഇദ്ദേഹം തന്നെയാണ്. ആരാ? ഈ അടുത്തൊക്കെ ഇദ്ദേഹം തന്നെയാണ്. അജിത് ഡോവലാണ്. ഈ അടുത്ത കാലത്തൊന്നും മാറിയിട്ടില്ല. അജിത് ഡോവൽ വീണ്ടും കേന്ദ്രമന്ത്രിസഭ വന്ന സമയത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് പിന്നെയും ഇദ്ദേഹത്തെ തന്നെ അജിത് ഡോവലിനെ നിയമിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ലക്ഷ്യമായിട്ടുള്ള പദ്ധതിയാണ് K ലിഫ്റ്റ് കുടുംബശ്രീ. K ഫോർ കുടുംബശ്രീ. അവരുടെ സുസ്ഥിര വരുമാനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതിയാണ് K ലിഫ്റ്റ് എന്നുള്ളത്. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം കേട്ടോ. K ലിഫ്റ്റ് കേട്ടോ. K ലിഫ്റ്റ് എന്നാണ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്താ പദ്ധതിയുടെ പ്രത്യേകത? സുസ്ഥിര വരുമാനമാണ്. ആർക്കാണ്? കുടുംബശ്രീയുടെ അംഗങ്ങൾക്ക്. ഇങ്ങനെ ചോദിക്കുള്ളൂ. K ലിഫ്റ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഇനിയും പഠിക്കാനുണ്ട്. സോ ഇത് നോട്ട് ചെയ്ത് വെക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് നമ്മുടെ ഹോങ്കോങ് ആണ്. ഏറ്റവും എക്സ്പെൻസീവ് സിറ്റീസ് ഇൻ ദ വേൾഡ് എന്നുള്ള ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഇത് ഹോങ്കോങ് ആണ്. പഠിച്ചു വെക്കുക. രണ്ടാമത് സിംഗപ്പൂരാണ്. ഹോങ്കോങ് ആണ് ഒന്നാമത്, രണ്ടാമത് സിംഗപ്പൂരാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളെ കോളനി എന്ന് വിളിക്കുന്നത് അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ അടുത്ത കോളനി എന്ന് ഇനി മുതൽ വിളിക്കേണ്ട എന്ന ചരിത്രപരമായ ഉത്തരവ് ഇറക്കിയത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ്, അല്ലെങ്കിൽ ആ വകുപ്പാണ്. അത് കേരളത്തിലാണ് ആദ്യമായിട്ട്. കേരളത്തിലെ എന്താണ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്നവരുടെ താമസ സ്ഥലങ്ങളെ കോളനി എന്ന് വിളിക്കുന്ന ഇത് തടഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു. ആ സമയത്ത് പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് രാധാകൃഷ്ണനായിരുന്നു അല്ലെ. അപ്പോ രാധാകൃഷ്ണൻ മന്ത്രി എന്ത് ചെയ്തു? പിന്നീട് രാജിവെച്ച് MP ആയി മാറി അല്ലെ. അപ്പൊ രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പ് അവസാനമായിട്ട് പുറത്തിറങ്ങിയ നോട്ടിഫിക്കേഷൻ എന്നുള്ള നിലയിലാണ് ഇത് അറിയപ്പെട്ടത്. ഇത് പത്രങ്ങളിലെല്ലാം പ്രശസ്തമായി വന്നിരുന്നു. പക്ഷെ അതിനുശേഷം ആരാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റെടുത്തത് എന്ന് ചോദിച്ചാൽ അത് OR കേളുവാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയത്ത് രാധാകൃഷ്ണനായിരുന്നു ആ സമയത്തെ മന്ത്രി. പക്ഷെ അതിനുശേഷം മന്ത്രിയായി നിലവിൽ വന്നത് OR കേളുവാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ദേവസ്വം വകുപ്പിന്റെയും മന്ത്രി OR കേളു ആണ്. രാധാകൃഷ്ണനായിരുന്നു മുമ്പുണ്ടായിരുന്നത്.
ക്ലിയർ അല്ലേ? ഇതാണ് 2024 ജൂൺ മാസത്തെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള മാക്സിമം കറണ്ട് അഫയേഴ്സുകൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് കേന്ദ്രമന്ത്രിസഭ. അത് നമ്മൾ വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് അല്ലാതെ വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത് പഠിക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.